ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലം അപ്ഡേഷൻ ആണ്. നമ്മൾ പഴയ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബാങ്കുകൾ നമ്മളുടെ എലിജിബിലിറ്റി നോക്കുന്ന ക്രൈറ്റീരിയാസ് ബേസ് ചെയ്താണ്. ബാങ്കിങ് നോക്കും, സാലറി നോക്കും, പിന്നെ സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കും, ക്യാഷ് വഴിയാണോ അല്ലെങ്കിൽ ചെക്ക് വഴിയാണോ സാലറി, പിന്നെ നെഗറ്റീവ് ഏരിയ ആണോ, അങ്ങനെ പല പല ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ ലോണിന്റെ ആ ഒരു എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ആ ഒരു കോവിഡിന് ശേഷം നമ്മുടെ സിബിൽ സ്കോർ ഒന്നും സ്റ്റേബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്കിനും അതിൻ്റെതായ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് കിട്ടില്ല. അത് 100% ഉറപ്പാണ്. മനസ്സിലായല്ലേ? അപ്പോൾ കേരളത്തിൽ തന്നെ, നമുക്ക് ഇന്ത്യയുടെ കാര്യം ഓക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 100% പേരിൽ എനിക്ക് തോന്നുന്നു പകുതിയിൽ ഏറെ ആൾക്കാർക്ക് ഈ ഒരു കോവിഡ് കൊണ്ട് വളരെയേറെ ഇഷ്യൂസ് സിബിലിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുപാട് NBFC, RBI അപ്രൂവ്ഡ് NBFCയും ബാങ്കുകളും എല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിൽ അങ്ങനെയുള്ളൊരു പിന്നെ ഒരു NBFC ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ബേസിക് ഒന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ സിബിൽ സ്കോർ 600 സിബിൽ സ്കോർ മതി. മുമ്പൊക്കെ നമുക്ക് 700ഉം 690ഉം എന്താ ചിലപ്പോൾ 785 സിബിൽ സ്കോർ അവർ ചോദിക്കും. പക്ഷെ ഇവിടെ 600 സിബിൽ സ്കോർ മതി. പിന്നെ ന്യൂ ടു ക്രെഡിറ്റ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ മുമ്പ് ലോൺ ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോ അറിയാം, പുതുതായിട്ട് ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന കാര്യം വളരെ പാടായിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് ബിയിലോ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഈവൻ ബാങ്കിൽ തന്നെ പോയാലും സാറിന്റെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ -1 എന്ന് പറയും. -1 എന്ന് വെച്ചാൽ NTC, അതായത് ന്യൂ ടു ക്രെഡിറ്റ്. താങ്കൾക്ക് ഇതുവരെയൊക്കെ ബാങ്കുമായിട്ടും യാതൊരു ബന്ധവുമില്ല, അതായത് ലോണോ കാറോ അല്ലെങ്കിൽ കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിയോ ഒരു ലോൺ പോലും അല്ലെങ്കിൽ ഗോൾഡ് പോലും പണയം വെച്ചിട്ടില്ല. അതിനെയാണ് ന്യൂ ടു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ബാങ്ക് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് ലോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇദ്ദേഹത്തിന് അടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും സംഭവിക്കാം, അതുകൊണ്ടൊക്കെയാണ് ഈ ന്യൂ ടു ക്രെഡിറ്റിന് ബാങ്കുകൾ ലോൺ കൊടുക്കാത്തത്. പക്ഷെ ഇവർ ന്യൂ ടു ക്രെഡിറ്റിന് ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇൻകം മോഡ്, ഇവര് സാലറി ബാങ്ക് അക്കൗണ്ടിൽ വരുന്നവരെയും ലോൺ കൊടുക്കുന്നതാണ്. ചില സാലറിയുള്ള ആൾക്കാരുണ്ടല്ലോ, ചെക്ക് സാലറി, ക്യാഷ് സാലറി, അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ള കിട്ടുന്ന ആൾക്കാർക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല. ബാങ്കുകൾ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴി സാലറി വരുന്നെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് സാലറി ഉണ്ടെങ്കിലും ചെക്ക് സാലറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലോൺ തരും. പക്ഷെ അതിൻ്റെതായ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ ചെക്ക് ആണെങ്കിൽ നിങ്ങളുടെ ചെക്ക് സബ്മിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആണ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാഷ് സ്ലിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഈ ക്യാഷിന്റെ സാലറി സ്ലിപ്പ് തയ്യാറാക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് തയ്യാറാക്കി വിടാം. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ HR കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിച്ച്, സാലറി ഉള്ള കേസാണ് പറയുന്നത്. സെൽഫ് എംപ്ലോയീസ് അല്ലാതെ ചെയ്യുക, പക്ഷെ അവർക്ക് അത്രയും വലിയ എമൗണ്ട് കിട്ടത്തില്ല. ഇത് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൈ വഴി, മീൻസ് ബാങ്ക് വഴിയല്ല, കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു വൗച്ചർ എഴുതി ഉണ്ടാക്കുക. എഴുതി മീൻസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. പിന്നെ ഫുള്ളി ഡിജിറ്റൽ പ്രോസസ് ആണ്. നിങ്ങളുടെ OTP, KYC, E-സൈൻ, മാൻഡേറ്റ് എല്ലാം നിങ്ങൾ മാൻഡേറ്റ് ഒക്കെ ചെയ്യാൻ അറിയാലോ അല്ലെ? E-സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. പിന്നെ KYC ഇതെല്ലാം കൊടുത്ത് ക്ലിയർ ആയിട്ട് ചെയ്യണം. പിന്നെ അവരുടെ ബെനിഫിറ്റ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ്, 100% ഓൺലൈൻ ആണ്, മിനിമം ഡോക്യുമെന്റേഷൻ മതി. പിന്നെ നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റെപ്പ് എല്ലാം ക്ലിയർ ആയിട്ട് ഈ എഗ്രിമെന്റും, അതായത് E-സൈൻ എഗ്രിമെന്റും ഈനാച്ച് എല്ലാം ബിഫോർ ഡിസ്ബേഴ്സലിൽ നമ്മൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലോൺ കിട്ടത്തില്ല. അതങ്ങനെയാണല്ലോ നോർമലി. അപ്പൊ ലോൺ ആപ്പിന്റെ പേര് ക്രെഡിറ്റ്സി എന്നാണ്. ഞാൻ ആ ലിങ്ക് കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ ആദ്യം ലോൺ ആപ്പിന്റെ കാര്യം പറയാത്തത് നിങ്ങൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്ന് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 70% നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇത് അറിയാൻ തോന്നുന്നു. ഇപ്പൊ ഒരു കുറച്ചു അവരുടെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കൽ കൂടി ചെയ്തത്. നിങ്ങൾക്കറിയാം 600 സിബിൽ സ്കോർ, പിന്നെ ക്യാഷ് കയ്യിൽ മേടിക്കുന്നവർക്ക് ആരും ലോൺ ചെയ്യില്ല. പക്ഷെ ഇവിടെ 600 സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്.
പിന്നെ ഒരു വളരെ ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വ്യാജ ലോൺ ആപ്പിൽ അറിഞ്ഞോ അറിയാതെ ആരും കൈവയ്ക്കരുത്. നിങ്ങൾ ഒരുപാട് ഇഷ്യൂസ് നടക്കുകയാണ്. പിന്നെ നമുക്ക് അത് കല്ലി വലിയായിട്ട് എടുക്കുന്നവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അറിയാമല്ലോ അവരുടെ കാര്യങ്ങളും രീതികളും ഒന്നും ഇനി വില പോവില്ല. എല്ലാവർക്കും അറിയാം ഇന്ന സംഭവമാണ്, വല്ലാത്ത വൾഗറായിട്ടുള്ള പിക്ചേഴ്സൊക്കെ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലൊന്നും പേടിയുള്ളവരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും കൈവയ്ക്കാതിരിക്കുക. മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ FBയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുന്ന ഏതെങ്കിലും ലോൺ ആപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോകുന്നതിന് മുമ്പ്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അറിയാവുന്ന ആരുടെങ്കിലും ചോദിക്കുക. മീൻസ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് RBI അപ്രൂവ്ഡ് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞുതരാം. അല്ലാതെ വെറുതെ ഒരു ആപ്പ് കണ്ടത് പൈസ നമ്മുടെ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ പരസ്യം വെച്ചുകൊണ്ട് ചെറിയ വ്യാജ ആപ്പുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ജെനുവിനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ലാലേട്ടനല്ലേ, അല്ലെങ്കിൽ മമ്മൂക്ക അല്ലേ, അല്ലെങ്കിൽ അജു വർഗീസ് അല്ലേ, അപ്പോൾ ഇവരുടെയൊക്കെ പിക്ചർ കാണുമ്പോൾ ജെനുവിനാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ലോൺ ആപ്പുകാർ ഉടായ്പ ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ലോൺ ആപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അറിയാവുന്ന ആ ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ക്രെഡിറ്റ്സി എന്ന ഒരു ലോൺ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ മാക്സിമം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ലോൺ ഒരിക്കലും നമ്മളെ എന്താ പറയുക ഉന്നതിയിലേക്ക് നയിക്കും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്ത് ഇതിന്റെ ഒരു 10 ഇരട്ടി ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ സാലറിയുള്ള ആൾക്കാർക്ക് ഒരുവിധം അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനും ലോൺ എടുക്കാം. അല്ലാതെ വെറുതെ നമ്മൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഓരോന്ന് ചെയ്യരുത്. വെറുതെ പൈസ എടുത്ത് ചെയ്യരുത്. അതിനെക്കാട്ടിയും നല്ലത് നമ്മൾ ദിവസവും ജോലിക്ക് പോകുന്നതാണ് ബെറ്റർ. അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ബാങ്ക് പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മീൻസ് അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് ലോൺ എടുത്താലേ പറ്റുള്ളൂ. ഞാൻ പറയുന്ന പോലെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ